ഹലോ എവരി വൺ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. നല്ല അടിപൊളി ഡിന്നറാണ്. ഞാൻ ഓൾറെഡി നേരത്തെ വീട്ടിൽ കാണിച്ചു. ഇന്നലെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്നലത്തെ ചക്കപ്പുഴുക്ക്. ഇത് ഇന്നിപ്പോൾ വെച്ച മീൻ കറി കേട്ടോ, മത്തിക്കറി. നല്ല ഉള്ളിൽ നല്ല കുട്ടിയുള്ള മത്തിയാണ് കിട്ടുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മത്തി വറുത്തിട്ടുണ്ട്. പിന്നെ മത്തീൻ്റെ ചാറ് ചോറിന് നടക്കൂടെ വെച്ചിട്ടുണ്ട്. മത്തീൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ ജൂൺ ജൂലൈ മന്ത് ആകുമ്പോഴാണ് മത്തിക്ക് എന്താ പറയുക, പള്ളിയിൽ കുട്ടി ഉണ്ടാവുക. അത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണ്. നമ്മളവിടെ പഞ്ഞി എണറ് എന്നൊക്കെ പറയും. നിങ്ങളെ കാലത്തൊക്കെ എന്താ പറയുക വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. കഴിക്കാം. എനിക്ക് ശരിക്കും ചോറും മത്തിക്കറിനെക്കാട്ടിലും ഇഷ്ടം ചോറ് ചക്കക്കൂട്ടാൻ. എന്ത് ടേസ്റ്റ് അറിയാം ചക്കക്കൂട്ടാൻ. തടിക്കുന്നതിന് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഗൈസ്? ഇതാണ് തീറ്റ. എനിക്ക് നല്ല ഇഷ്ടം തിന്നാൻ. എത്ര ആളും ജയിക്കുന്നത് ദൈവത്തിന് അറിയാം. അപ്പം പിന്നെ എല്ലാ കാലത്ത് ജയിച്ച് തിന്നാം അല്ലേ? ചക്ക നല്ല കാട്ടിക്കുള്ള ചക്കപ്പുഴുക്കാണ്. മീൻകറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. നല്ല അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പ് കുറഞ്ഞതാണ് നല്ലത്. മീൻ പിന്നെ നമ്മൾ സത്യം പറയട്ടെ, ഞാൻ കാണട്ടെ, നമ്മൾ ആസ്വദിച്ച് കൊണ്ടുവയ്ക്കുമ്പോൾ ഉണ്ടല്ലോ സ്റ്റൈല്, അല്ല ടേബിൾ ശബ്ദം വരരുത്, കുറച്ച് ടേബിൾ മാനേഴ്സ് ഒക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് ശരിക്കും പാലിക്കേണ്ടതാണ്. പക്ഷെ എന്നാലും നമ്മൾ ആസ്വദിച്ച് കൊണ്ടുവയ്ക്കുമ്പോഴേ അത് നോക്കണ്ട. ഇതാണ് നമ്മുടെ മീനിൻ്റെ ഉള്ളത്തെ കുട്ടപ്പൻസ്. എന്ത് ടേസ്റ്റാ. വേറെ മീനിൻ്റെ മുട്ട എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് മത്തീൻ്റെ മുട്ട മാത്രം ഇഷ്ടം. നല്ല ചോറ്, ചക്കപ്പുഴുക്ക്, മീൻകറി മിക്സ്. ആഹാ അന്തസ്. മീൻ വറുത്തത്, മീനിൻ്റെ കുട്ടികൾ, ഉള്ളിലുള്ള കുട്ടികൾ. അപ്പം ഞാനത് ഫിനിഷ് ചെയ്യട്ടെ. നിങ്ങൾക്ക് എൻ്റെ ഫുഡ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ പോട്ടെ.